സോളിഡ്സ് കാണിക്കുന്ന രണ്ട് ഡിഫക്റ്റ്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഏതൊക്കെയാണ് ആ രണ്ട് ഡിഫക്റ്റ്? ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആദ്യം ഷോർട്ട് കീ ഡിഫക്റ്റ്. എന്താണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം. ഒരു ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഒരുമിച്ച് ക്ലാസ്സിൽ നിന്ന് മിസ്സിംഗ് ആണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയെങ്കിലും പോയതായിരിക്കാം. ഇതേപോലെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് രണ്ട് ഫ്രണ്ട്സ് ഒരുമിച്ച് മിസ്സിംഗ് ആണ്. ഏതൊക്കെയാണ് ആ രണ്ട് ഫ്രണ്ട്സ്? ഒരു കാറ്റയോണും അവന്റെ ഫ്രണ്ട് ആനയോണും. ഒരു കാറ്റയോണും ഒരു ആനയോണും ഒരുമിച്ച് മിസ്സിംഗ് ആവുക, അതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് പ്രത്യേകത. അപ്പോൾ 10 കാറ്റയോൺ മിസ്സിംഗ് ആണെങ്കിലോ 10 ആനയോണും മിസ്സിംഗ് ആയിരിക്കും. 20 കാറ്റയോൺ മിസ്സിംഗ് ആണെങ്കിൽ 20 ആനയോണും മിസ്സിംഗ് ആയിരിക്കും. ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് പ്രത്യേകത. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് മിസ്സിംഗ് ഫ്രം ദ ക്രിസ്റ്റൽ ലാറ്റിസ്. ആരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുക? when size of cation and size of anion have no large difference, ഇത്തരം ഡിഫക്റ്റ് കാണിക്കുന്നു. if there is no large difference between size of cation and size of anion, short key defect is shown. എക്സാമ്പിൾ പറഞ്ഞുതരാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, AgBr ഇവയൊക്കെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾസ്. ഇനി ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ നോക്കാം. ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് ഒരു സോളിഡിൽ വരുമ്പോൾ അതിന്റെ ഡെൻസിറ്റിക്കും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്കും എന്താ പറ്റുന്നത് നോക്കാം. ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആണ്. ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ആർ മിസ്സിംഗ്. പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആണ്, അതുകൊണ്ട് ഡെൻസിറ്റിക്ക് കുറവുണ്ടാവും. പിന്നെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്കോ? കാറ്റയോൺ മിസ്സിംഗ് ആകുന്ന അതേ നമ്പറിന്റെ ആനിയോണും മിസ്സിംഗ് ആണ്. അപ്പൊ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ല. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബട്ട് ഡെൻസിറ്റി ഈസ് ലോവർഡ്. ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് പ്രത്യേകത. ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടി ഞാൻ പറയാം. ഒരു 1 സെന്റിമീറ്റർ ക്യൂബ് അയോണിക് സോളിഡ്, എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, 1 സെന്റിമീറ്റർ ക്യൂബ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിൽ ഏകദേശം 10⁻⁶ ഷോർട്ട് കീ പെയേഴ്സ് ഉണ്ടാവും. അതായത് 10⁻⁶ കാറ്റയോണും മിസ്സിംഗ് ആയിരിക്കും, അതേപോലെ 10⁻⁶ ആനയോണും മിസ്സിംഗ് ആയിരിക്കും. ഇനി നമുക്ക് ഫ്രങ്കൽ ഡിഫക്റ്റിലേക്ക് പോകാം. ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ പിക്ചർ നോക്കുക. ഈ പിക്ചറിൽ കാണാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു വാക്കൻസി കാണാം. അവിടെയുള്ള പാർട്ടിക്കിൾ എവിടെ പോയി? അത് വേറൊരു സൈറ്റിൽ കാണാം, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് is a combination of vacancy defect and interstitial defect. A particle is missing from its original site and is present in the interstitial site. ഒരു സ്ഥലത്ത് മിസ്സിംഗ് ആയ ഒരാള് ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ ഡിഫക്റ്റിനെ നമ്മൾ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് കൂടി വിളിക്കാറുണ്ട്. ഒരു സ്ഥലത്ത് മിസ്സിംഗ്, മറ്റൊരു സ്ഥലത്ത് അത് പ്രസന്റ് ആയിരിക്കും. മിസ്സിംഗ് ആയ സ്ഥലത്ത് അത് വാക്കൻസി ഡിഫക്റ്റും പ്രസന്റ് ആയ സ്ഥലത്ത് അതൊരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും ഉണ്ടാക്കുന്നു. ഇതാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത. ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ മറ്റൊരു പേരാണ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ആരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക? If size of cation and size of anion have large difference, then ഫ്രങ്കൽ ഡിഫക്റ്റ് is shown. കാറ്റയോണിന്റെ സൈസും ആനിയോണിന്റെ സൈസും തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. കാരണം കാറ്റയോണിനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ കാറ്റയോണിന്റെ സൈസ് ചെറുതായിരിക്കണം ആനിയോണിനെ അപേക്ഷിച്ചിട്ട്, എന്നാലേ ഡിസ്ലൊക്കേഷൻ നടക്കുള്ളൂ. ചെറിയ പാർട്ടിക്കിളിന് മാത്രമേ ഡിസ്ലൊക്കേറ്റ് ചെയ്തിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾസ് നോക്കാം. AgCl, AgBr, AgI ഇവയൊക്കെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ എക്സാമ്പിൾ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ഡൗട്ട് ഇതാണ്, AgBr ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഉണ്ടല്ലോ. യെസ്, AgBr is that solid which can show both short key defect and ഫ്രങ്കൽ ഡിഫക്റ്റ്. AgBr ന്റെ ഷോർട്ട് കീ ഡിഫക്റ്റും കാണിക്കാം, ഫ്രങ്കൽ ഡിഫക്റ്റും കാണിക്കാം. ഇനി ആസ് യൂഷ്വൽ രണ്ട് ഇമ്പോർട്ടന്റ് ഫീച്ചറിലേക്ക് പോകാം. ഡെൻസിറ്റി, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇവയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് ഡിസ്ലൊക്കേഷൻ ആണ് നടക്കുന്നത്. ഒരു പാർട്ടിക്കുലർ മിസ്സിംഗ് ആണെങ്കിലും അത് മറ്റൊരു സ്ഥലത്ത് പ്രസന്റ് ആണ്, അതുകൊണ്ട് there is no change for density. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയോ അതേപോലെ തന്നെ, ഒരാളും മിസ്സിംഗോ എക്സ്ട്രാ ആയിട്ട് ആരുമില്ല, ഒരാൾ ഒരു സ്ഥലത്ത് ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി is also maintained. There is no change for density, electrical neutrality is maintained. ഇതാണ് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും കമ്പയർ ചെയ്യുക.
താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് പോലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഡിഫക്ട്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.